അമ്മയെ ബലാത്സംഗത്തിന് ഇരയാക്കിയവരെ 30 വർഷങ്ങൾക്ക് ശേഷം നിയമത്തിന് മുന്നിലെത്തിച്ച് മകൻ. ബലാത്സംഗത്തിനിരയായ അതിജീവിത ജന്മം നൽകിയ മകനാണ് നിയമപോരാട്ടത്തിൽ അമ്മയ്ക്ക് തുണയായത്. ജനിച്ചയുടനെ അതിജീവിതയുടെ കുടുംബം കുഞ്ഞിനെ ഉപേക്ഷിക്കുകയായിരുന്നു. ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷം തന്റെ അമ്മയെ കണ്ടെത്തിയ യുവാവ് ഏറെ നാൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുറ്റവാളികളെ കോടതിയിലെത്തിച്ചത്. 1994-നും 96-നുമിടയിൽ 12-ാം വയസ്സിലാണ് യുവാവിന്റെ അമ്മ പലതവണ ബലാത്സംഗത്തിന് ഇരയായത്. സംഭവത്തിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ മുഹമ്മദ് റാസിക്കും ഹസൻ നഖിക്കും 2024 മെയ് 20-ന് ഷാജഹാൻപൂർ സെഷൻസ് കോടതി 10 വർഷം കഠിന തടവും 10,000 രൂപ വീതം പിഴയും വിധിച്ചു. 30 വർഷങ്ങൾക്ക് മുൻപാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. യു.പിയിലെ ഹർദോയ് ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിലെ 5 സഹോദരങ്ങളിൽ ഒരാളായ പെൺകുട്ടിയെ പഠനത്തിനായാണ് കുടുംബം ഷാജഹാൻപൂരിലെ മൂത്ത സഹോദരിയുടെ വീട്ടിലേക്ക് അയച്ചത്. തന്റെ സഹോദരിയും അവരുടെ ഭർത്താവും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു അവൾ പലതവണ ക്രൂര ബലാത്സംഗത്തിന് ഇരയായത്. സഹോദരി ഭർത്താവ് വനം വകുപ്പ് ഉദ്യോഗസ്ഥനും സഹോദരി സ്കൂൾ ടീച്ചറുമായിരുന്നു. ഞാൻ 1993-ൽ ഷാജഹാൻപൂരിലെത്തി. എന്റെ സഹോദരി എനിക്കായി വാങ്ങിയ പുതിയ ബാഗും വെള്ളക്കുപ്പിയും സൈക്കിളുമായി ഞാൻ സന്തോഷത്തോടെ പുതിയ സ്കൂളിൽ ചേർന്നു. പക്ഷേ ഈ കോളനി ഹർദോയിയിലെ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. മുസ്ലിം സമുദായക്കാർ കൂടുതലുള്ള പ്രദേശത്തെ ആളൊഴിഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഒരു കൂട്ടം സംസ്കാരമില്ലാത്ത ആളുകൾ പെൺകുട്ടികളെ പതിവായി കളിയാക്കിയിരുന്നു. തുടക്കത്തിൽ ഞാനത് അവഗണിച്ചു. പക്ഷേ കളിയാക്കൽ ഓരോ ദിവസം കഴിയും തോറും കൂടി വന്നു. ഒടുവിൽ എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലെന്ന് ഞാൻ സഹോദരിയോട് പറഞ്ഞു. ആശങ്കാകുലരായ എന്റെ സഹോദരിയും ഭർത്താവും സ്കൂൾ അധികൃതരോട് അന്വേഷിച്ചപ്പോൾ സ്കൂളിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അവർ പറഞ്ഞു. അതിജീവിത ന്യൂസ് 18നോട് പറഞ്ഞു. ഒടുവിൽ ആൺകുട്ടികൾ തന്നെ പിന്തുടരാൻ തുടങ്ങിയത് സ്ഥിതി കൂടുതൽ വഷളാക്കിയെന്നും രക്ഷപ്പെടാൻ ഒളിക്കേണ്ടി വന്ന സമയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിജീവിത പറയുന്നു. അവർ ഒടുവിൽ തന്റെ വീട് കണ്ടെത്തിയെന്നും വീടിന് പുറത്ത് മണിക്കൂറുകളോളം അവർ നിൽക്കുമായിരുന്നുവെന്നും അതിജീവിത പറയുന്നു. ഒരു ദിവസം അവരിൽ 2 പേർ ഞങ്ങളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. ഞാൻ വാതിൽ തുറന്നപ്പോൾ അവർ എന്നെ അകത്തേക്ക് തള്ളിയിട്ടു. എന്നെ ആക്രമിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശേഷം ഈ സംഭവങ്ങൾ ഞാൻ ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ സഹോദരിയെയും ഭർത്താവിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം അവർ വീട്ടിൽ നിന്ന് പോയി. ആരോടും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ സംഭവങ്ങൾ എന്റെ ജീവിതത്തിലുടനീളം എന്നെ വേട്ടയാടാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല, അവൾ പറഞ്ഞു. പിന്നീട് ആരുമില്ലാത്തപ്പോൾ അവർ 2 പേരും പലതവണ വീട്ടിൽ വന്ന് എന്നെ ഉപദ്രവിച്ചു. എനിക്ക് എന്റെ സഹോദരിയോടും അമ്മയോടും പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞില്ല. തുടർന്ന് ഒരു ദിവസം ഞാൻ രോഗബാധിതയായി. എന്റെ സഹോദരി എന്നെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഞാൻ ഗർഭിണിയാണെന്ന വിവരം സ്ഥിരീകരിക്കപ്പെട്ടത്. ആ പ്രായത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാത്ത എനിക്ക് വീട്ടുകാരുടെ പരിഭ്രാന്തി എന്തിനാണെന്ന് മനസ്സിലായില്ല. അപ്പോഴും ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒടുവിലെല്ലാം അമ്മയോട് പറഞ്ഞു. സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് എന്നെ ഉപദ്രവിച്ച 2 പേരെയും കണ്ടെത്തി. എന്നാൽ പോലീസിനെ സമീപിച്ചാൽ കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. അന്ന് രാത്രി എന്റെ സഹോദരി വീടൊഴിഞ്ഞു. ഞങ്ങൾ മറ്റൊരു നഗരത്തിലേക്ക് പോയി. ഒടുവിൽ ഞാനൊരു കുട്ടിക്ക് ജന്മം നൽകി. പക്ഷേ എനിക്കവനെ കാണാൻ കഴിഞ്ഞില്ല. ബോധം വന്നപ്പോൾ ഇക്കാര്യങ്ങളൊന്നും ഒരിക്കലും ആരോടും പറയരുതെന്ന് അമ്മ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് ഞാൻ ഒരക്ഷരം പറയുകയോ കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്താൽ കുടുംബം മുഴുവൻ ജീവനെടുക്കുമെന്നും അമ്മ പറഞ്ഞു. എനിക്ക് വെറും 12 വയസ്സായിരുന്നു. ഞാൻ അവർ പറഞ്ഞതുപോലെ ചെയ്തു. എന്നെ അവർ ഹർദോയിലെ എന്റെ ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഗ്രാമത്തിൽ തന്റെ ജീവിതം സാധാരണ നിലയിലാകുമെന്ന് പ്രതീക്ഷിച്ച അവൾക്ക് തെറ്റുപറ്റി. ഗർഭധാരണത്തിനും പ്രസവത്തിനും ശേഷം അവളുടെ ശരീരത്തിനുണ്ടായ മാറ്റങ്ങൾ കണ്ടപ്പോൾ ഗ്രാമവാസികൾ പല കഥകളും പറഞ്ഞു. ഗ്രാമം അവളുടെ കുടുംബത്തെ ബഹിഷ്കരിച്ചു. തുടർന്ന് അവർ ഗ്രാമം വിട്ടുപോകാൻ നിർബന്ധിതരായി. അവളുടെ ബന്ധുവീട്ടിലേക്കാണ് കുടുംബം അവളെ അയച്ചത്. അവിടെ ഒരു വേലക്കാരിയെപ്പോലെ അവൾ ജീവിച്ചു. 2000-ൽ അവൾ വിവാഹിതയായി. തുടർന്ന് വാരണാസിയിൽ സ്ഥിരതാമസമാക്കി. ഞാൻ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഒരു ആൺകുട്ടി ജനിച്ചു. എങ്ങനെയോ ഒരു ദിവസം എന്റെ ഭർത്തൃവീട്ടുകാർ എന്റെ ഭൂതകാലത്തെക്കുറിച്ച് അറിഞ്ഞു. എന്റെ ഭർത്താവ് എന്നോട് മകനുമായി വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു. മറുവശത്ത് എന്റെ സഹോദരിയെയും അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചു, അതിജീവിത പറഞ്ഞു. 2007-ൽ ജീവിതം വീണ്ടും പുതിയതായി തുടങ്ങാൻ തീരുമാനിച്ച് മകനോടൊപ്പം അവൾ ലക്നൌവിലേക്ക് മാറി. അവിടെ ഒരു ഹോസ്റ്റലിൽ താമസം തുടങ്ങി.
ചെറിയ ചില ജോലികൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു ദിവസം ഒരു ആൺകുട്ടി എന്നെ സമീപിച്ചു. കുടുംബം ഉപേക്ഷിച്ച എന്റെ മകനാണ് അവനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. അവന് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണത്തിന് പോലും എനിക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ശേഷം 2 ആൺമക്കൾക്കൊപ്പം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോഴും മൂത്ത മകന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അവൾക്ക് കഴിഞ്ഞില്ല. പലവട്ടം ആ ചോദ്യങ്ങൾ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ 2019 അവന്റെ പിതാവിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോട് എല്ലാം പറഞ്ഞു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ കുറ്റവാളികളെ കണ്ടെത്തുമെന്നും തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അവന്റെ ശക്തിയും നിശ്ചയദാർഢ്യവുമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നീതി തേടാനുള്ള ധൈര്യം എനിക്ക് നൽകിയത്, അവർ പറഞ്ഞു. ജോലികൾ ചെയ്ത് പണം സമ്പാദിച്ച ശേഷം അമ്മയെ ഉപദ്രവിച്ചവരെ തേടി ഞങ്ങൾ ഷാജഹാൻപൂർ സന്ദർശിക്കാറുണ്ടായിരുന്നു. റാസിഭായി എന്ന പേരൊഴികെ മറ്റൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സഹായം തേടി. പക്ഷേ പ്രതികളുടെ പേരുവിവരങ്ങൾ അറിയാത്തതിനാൽ ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞു. ഞങ്ങൾ റാസിഭായിയുടെ ദുബായിലുള്ള ബന്ധുക്കളാണെന്നും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് കോളനികളിലെ ചിലർക്ക് ഞങ്ങളുടെ ഫോൺ നമ്പർ നൽകി മടങ്ങുകയായിരുന്നു. 2 വർഷത്തോളം തിരച്ചിൽ തുടർന്നു. ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നു. മറുവശത്ത് റാസിഭായി ആയിരുന്നു. അമ്മയായിരുന്നു ഫോണിൽ അയാളോട് സംസാരിച്ചത്. ശേഷം ഫോൺ നമ്പർ പോലീസിന് കൈമാറി. മകൻ പറഞ്ഞു, 2021 മാർച്ച് 4-ന് റാസിഭായിക്കും സഹോദരനുമെതിരെ പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്തതായി ഷാജഹാൻപൂരിലെ സെഷൻസ് കോടതിയിൽ അതിജീവിതയ്ക്കായി ഹാജരായ അഭിഭാഷകൻ മുത്താർ ഖാൻ പറഞ്ഞു. 2022 ഓഗസ്റ്റിൽ ഗുഡു ഹസൻ എന്ന മുഹമ്മദ് റാസിയെ UP പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രതിയായ നഖി ഹസനെ പിന്നീട് ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. വിചാരണവേളയിൽ സാക്ഷികളുടെ അഭാവവും പ്രസവം നടത്തിയ ഡോക്ടറെ കണ്ടെത്താൻ കഴിയാതെ വന്നതും പ്രതിഭാഗത്തിന്റെ തുണയായി എന്ന് ഖാൻ പറഞ്ഞു. പ്രതിയും അതിജീവിതയും പരസ്പര സമ്മതപ്രകാരമാണ് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടതെന്നും അവർ വാദിച്ചു. തുടർന്നാണ് DNA പരിശോധന നടത്താൻ കോടതി അനുമതി നൽകിയത്. ശേഷം മകന്റെ രക്തസാമ്പിളും പ്രതികളിൽ നിന്നെടുത്ത സാമ്പിളും ലാബിലേക്ക് അയച്ച് പരിശോധിച്ചു. 2022 ഏപ്രിലിൽ DNA ഫലങ്ങൾ അതിജീവിതയ്ക്ക് അനുകൂലമായി വന്നു. തുടർന്ന് IPC സെക്ഷൻ 376 പ്രകാരം ബലാത്സംഗത്തിന് ഇരുവർക്കും ശിക്ഷ വിധിച്ചതായി ഷാജഹാൻപൂർ പോലീസ് സൂപ്രണ്ട് അശോക് കുമാർ മീണ ന്യൂസ് 18നോട് പറഞ്ഞു. കുറ്റകൃത്യം ചെയ്യുമ്പോൾ 25ഉം 22ഉം വയസ്സുണ്ടായിരുന്ന 2 പ്രതികൾക്ക് ഇപ്പോൾ 55ഉം 52ഉം വയസ്സുണ്ട്. അതിജീവിതയ്ക്ക് ഇപ്പോൾ 42 വയസ്സും.